ട്രേഡേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ നോക്കാറുണ്ട്. ട്രേഡിങ് ഇതിനെടുക്കുന്ന എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്, അതാണ് മെയിൻ ഇതിൽ വേണ്ടത്. എൻ്റെ പേര് റസീൻ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടുത്തെ മില്യൺ ഡോട്ട്സിലെ ഓഗസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ആദ്യം എന്ന് പറയുന്നത് ഒരു 2-3 വർഷമായി ഞാൻ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടുവരുന്ന കുറേ വീഡിയോസ് ഇവിടുത്തെ കെൻസാറിൻ്റെ ആണെങ്കിൽ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് കുറേ ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നു. ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ വേറെതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. ഞാൻ അന്വേഷിച്ച് ട്രേഡിങ്ങിനെ കുറിച്ച് കുറേ മനസ്സിലാക്കി. പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലാണ്, പിന്നെ ഒരു പാസീവ് ഇൻകം, അങ്ങനെയാണ് ആ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വന്നത്. ഇപ്പോൾ പഠിച്ച എക്സ്പീരിയൻസ് പ്രകാരമാണെങ്കിൽ നമ്മളെടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ നീങ്ങാൻ. ഇപ്പോൾ ഓരോ ടൈമാണ്. ഇപ്പോൾ സെബി പറയുന്നത് വെച്ചാൽ 3 years ആണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ ടൈമാണ്. ചിലർക്ക് വേഗം ഓരോ ടോപ്പിക്സ് ആയാലും എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എടുക്കുന്ന എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്, അതാണ് മെയിൻ ഇതിൽ വേണ്ടത്. ആ രീതിക്കാണ് നമ്മളുടെ റിസൾട്ട് പുറത്ത് വരാൻ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ റിസൾട്ട് വരാൻ. ആക്ച്വലി 3 years ആണ് പറയുന്നതെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഓൺലൈനിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊറോണ ടൈംസൊക്കെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നില്ല, ഉള്ളിലായിരുന്നു ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ഓപ്പണാണ് മൊത്തത്തിൽ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഫ്ലൈൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ട്രേഡേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ബാച്ച് എന്ന് പറയുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഓൺലൈനാകുമ്പോൾ നമ്മൾ ക്ലാസ് കേട്ട് പിന്നെ അതിന് ടൈം കിട്ടും, അത്യാവശ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടും. പക്ഷേ മോസ്റ്റ് ഇൻട്രാക്ഷൻ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു ശരിയായ നമുക്കൊരു പ്രോപ്പർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇപ്പോൾ ഡൗട്ട്സൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓൺലൈനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രോപ്പർ ടൈമിൽ മെൻറ്റേഴ്സിന് അവൈലബിൾ ആയിരിക്കണമെന്നില്ല ആക്ച്വലി. അപ്പോൾ നമുക്ക് ഓഫ്ലൈനാണ് നമ്മളെ മുമ്പിൽ തന്നെ സംഭവങ്ങളുണ്ട്, നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, എത്ര ടൈം ആണെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാലും ഇവിടെ ടൈമുണ്ട്. ആക്ച്വലി 6 മണി വരെ മെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി കംഫർട്ടബിളായി തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഓഫ്ലൈനിലേക്ക് വന്നത്. നമ്മളിപ്പോൾ സ്വയം ഒരു ട്രേഡിങ് ശ്രമിക്കുന്നതാണ്, അതിന് ടൈം എടുക്കും. കാരണം അതിൻ്റെതായ എഫേർട്സ് ഹൈ ആയിരിക്കും, റിസ്ക് ഹൈ ആയിരിക്കും. പിന്നെ അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്വയം പഠിക്കുന്നതാണ്, ടൈം തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പിന്നെ അതിന് വേണ്ടി വെക്കുന്ന നമ്മളിപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ഇതിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് തന്നെ മൊത്തത്തിൽ വരേണ്ടി വരും. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജീസും എല്ലാം ബിൽഡ് ചെയ്യാനുണ്ട്. ഒരു ട്രേഡിങ് മൊത്തത്തിൽ ബിൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നത് പിന്നെ ഷെയറായിട്ട് ഇതിന് നമുക്ക് ടൈം വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ എഫേർട്ട് എന്തായാലും ഇടേണ്ട വേണം. എങ്ങനെ പഠിച്ചാലും നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്നിട്ട് പഠിച്ചാണെങ്കിലും എഫേർട്ട് എന്തായാലും ഇടണം. പക്ഷേ ഇതിൻ്റെ ടൈം വേരിയേഷൻസാണ് ഡിഫറൻസ് വരാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.